നമസ്കാരം. ഹലോ ഡോക്ടറിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത് ശബരിമല തീർത്ഥാടകർ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളെക്കുറിച്ചും ശബരിമലയിൽ ഒരുക്കിയിരിക്കുന്ന ആരോഗ്യ സംവിധാനങ്ങളെക്കുറിച്ചുമാണ്. ഹലോ ഡോക്ടർ ഇന്ന് സംസാരിക്കുന്നത്. നമുക്കൊപ്പം ശബരിമല സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ബിപിൻ ഗോപാൽ ചേരുന്നുണ്ട്. കേരള ഡയറക്ടറേറ്റ് ഓഫ് ഹെൽത്ത് സർവീസിലെ ഡെപ്യൂട്ടി ഡയറക്ടർ കൂടിയാണ് ഡോക്ടർ സ്വാഗതം. ഡോക്ടർ, നമുക്കറിയാം ഇപ്പോൾ മണ്ഡലകാലമാണ്. നിരവധി ഭക്തരാണ് ഈ ദിനം പ്രതി ശബരിമലയിലേക്ക് എത്തുന്നത്. ഈ അവസരത്തിൽ സംസ്ഥാന സർക്കാരും ആരോഗ്യ വകുപ്പും ചേർന്ന് നിരവധി സേവനങ്ങൾ ഈ അയ്യപ്പ ഭക്തർക്കായി ഒരുക്കിയിട്ടുണ്ട്. അതിലെടുത്തു പറയേണ്ട ഒരു പ്രധാന കാര്യം ആരോഗ്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഈ ആരോഗ്യ വകുപ്പിൻ്റെ കീഴ് ശബരിമല തീർത്ഥാടകർക്കായി ഒരുക്കിയിരിക്കുന്നത്? നമ്മുടെ ഭാരതത്തിലെ തന്നെ ഏറ്റവും വലിയ തീർത്ഥാടന കേന്ദ്രങ്ങളിലൊന്നാണ് ശബരിമല. ഏറ്റവും കൂടുതൽ ഭക്തരുടെ ഒരു തിരക്ക് അനുഭവപ്പെടുന്ന സ്ഥലം കൂടിയാണ്. ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ തിരക്കനുഭവപ്പെടുന്ന ഒരു സ്ഥലം കൂടിയാണ് ശബരിമല. അപ്പോൾ ഈ ശബരിമലയിലേക്ക് വന്നെത്തുന്ന ഭക്തജനങ്ങൾ അവർക്ക് കയറേണ്ടി വരുന്നത് ഒന്ന് രണ്ട് വലിയ മലനിരകളെയാണ്. അപ്പോൾ കാര്യക്ഷമത, ആരോഗ്യക്ഷമത, മറ്റ് രോഗങ്ങളെ പ്രതിരോധിക്കാനുള്ള ശേഷി, ഇതുപോലെയുള്ള ഒരുപാട് ഫാക്ടറുകൾ ഇതിനെ നിയന്ത്രിക്കപ്പെടുന്നു. അപ്പോൾ ഈ സമയത്ത് ഒരുപാട് ആരോഗ്യ പ്രശ്നങ്ങൾ ഭക്തർക്കുണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇതിനെ നേരിടുന്നതിനും എല്ലാ ഭക്തർക്കും ആവശ്യമായി വരുന്ന ചികിത്സയും വൈദ്യസഹായവും എത്തിക്കുന്നതിനും ആരോഗ്യവകുപ്പ് വളരെ മുൻപ് തന്നെ, ഈ മണ്ഡലകാലം ആരംഭിക്കുന്നതിന് മുമ്പ് തന്നെ പ്രാരംഭ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ട് വിവിധ ആരോഗ്യ കേന്ദ്രങ്ങൾ ശബരിമല തീർത്ഥാടന റൂട്ടിൽ ആകമാനം സജ്ജീകരിച്ചിട്ടുണ്ട്. പമ്പയിലാണ് നമ്മുടെ ബേസ് ആശുപത്രി വരുന്നത്. പമ്പയിലെ ശബരിമല തീർത്ഥാടകർ എല്ലാവരും വന്നെത്തുന്ന സ്ഥലമാണ്. അവിടെ ഒരു വലിയ ആശുപത്രി തന്നെ ആരോഗ്യവകുപ്പ് സജ്ജീകരിച്ചിട്ടുണ്ട്. എല്ലാവിധ സേവനങ്ങളും ലഭിക്കുന്ന ഒരു ആശുപത്രി കൂടിയാണ് പമ്പയിലുള്ളത്. പിന്നെ പമ്പയിൽ നിന്ന് മുകളിലേക്ക് കയറുമ്പോൾ 2 വഴികളിലൂടെയാണ് നമ്മൾ സന്നിധാനത്തിലേക്ക് എത്തുന്നത്. ഒന്ന് കാനനപാതയും ഒന്ന് നേരിട്ട് സാധാരണ പോകുന്ന റെഗുലർ റൂട്ടും. ഈ 2 വഴികളിലും ആരോഗ്യവകുപ്പിൻ്റേതായിട്ടുള്ള ഡിസ്പെൻസറികളും ആശുപത്രികളും നിലവിലുണ്ട്. അതിൽ അപ്പാച്ചിമേട്ടിലും നീലിമലയിലും കാർഡിയോളജി സെൻറ്ററും സജ്ജീകരിച്ചിട്ടുണ്ട്. കാർഡിയോളജി സെൻറ്ററിൽ 24 മണിക്കൂറും ഒരു കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. ECG, എക്കോ തുടങ്ങിയ പരിശോധനകൾ ലഭ്യമാണ്. അത്യാവശ്യം ഹൃദയ സംബന്ധമായ രോഗങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിനെ മാനേജ് ചെയ്യാൻ കരുത്തുള്ള 2 സ്ഥാപനങ്ങളാണ് അപ്പാച്ചിമേട്ടിലെയും അതുപോലെ തന്നെ നീലിമലയിലുമുള്ള കാർഡിയോളജി സെൻറ്റർ. പിന്നെ അത് കഴിഞ്ഞാൽ സന്നിധാനത്ത് ഒരു ആശുപത്രി നിലവിലുണ്ട്. പിന്നെ നമ്മൾ ചരൽമേട്, നമ്മൾ കാനൻ്റെ മാതൃകയിലൂടെ പോകുമ്പോഴത്തേക്കും ചരൽമേട്ടിലൊരു ആശുപത്രി പ്രവർത്തിച്ചു വരുന്നു. പിന്നെ നമ്മൾ പമ്പയ്ക്ക് ഇപ്പുറം നോക്കിക്കഴിഞ്ഞാൽ നിലയ്ക്കൽ പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തിൽ ശബരിമല തീർത്ഥാടകർക്കുള്ള പ്രധാന സേവനങ്ങൾ നൽകി വരുന്നു. അതുപോലെ എരുമേലി ആശുപത്രിയിലും പിന്നെ ഇടുക്കി ജില്ലയിലെ ഒന്ന് രണ്ട് ആശുപത്രികൾ കൊണ്ട് ഇതിനുള്ള സൗകര്യങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. ഈ ആശുപത്രികൾ കൂടാതെ ഭക്തർ കയറിപ്പോകുന്ന മലയിൽ കയറുന്ന സ്ഥലങ്ങളിലൊക്കെ തന്നെയും എമർജൻസി മാനേജ്മെൻറ്റ് സെൻറ്ററുകൾ എന്ന പേരിൽ ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ രോഗികൾക്ക് നൽകാനുള്ള ചികിത്സ, അത്യാഹിതം വന്നാൽ ചികിത്സിക്കാനുള്ള സംവിധാനം കൂടെ EMC എന്നുള്ള പേരിൽ തയ്യാറാക്കിയിട്ടുണ്ട്. ഏകദേശം 21 EMCകളാണ് ഈ കാനനപാതയിലും നമ്മുടെ ശബരിമലയിലേക്കുള്ള കയറ്റത്തിലുമായിട്ട് നിലയുറപ്പിച്ചിട്ടുള്ളത്. അവിടെ EMD പോലെയുള്ള നമ്മൾക്കൊരു കാർഡിയക് അറസ്റ്റ് വന്നു കഴിഞ്ഞാൽ ചികിത്സിക്കാൻ സാധ്യമാകുന്നുള്ള രീതിയിൽ പിന്നെ അവിടെ EMDകളെല്ലാം ഒരുക്കിയിട്ടുണ്ട്. EMDകൾ ഉപയോഗിക്കാൻ പരിശീലിക്കപ്പെട്ട സ്റ്റാഫും അവിടെ ലഭ്യമാണ്. അപ്പോൾ ഈ പാതയിൽ എവിടെയെങ്കിലും വെച്ച് ഒരു ഭക്തന് ഒരു അത്യാഹിതം സംഭവിക്കുകയാണെങ്കിൽ അത് ആശുപത്രിയിൽ എത്തുന്ന മുമ്പ് തന്നെ അതിനെ ചികിത്സിച്ച് ഭേദമാക്കാൻ അല്ലെങ്കിൽ എമർജൻസി മാനേജ് ചെയ്യാൻ കഴിയുന്ന രീതിയിലുള്ള എമർജൻസി മാനേജ്മെൻറ്റ് സെൻറ്ററുകളും നമ്മുടെ ഇതിനായിട്ട് ഒരുക്കിയിട്ടുണ്ട്. ഇതൊക്കെയാണ് പ്രധാനപ്പെട്ട
ആരോഗ്യ വകുപ്പ് നൽകുന്ന സേവനങ്ങളിൽ ഒന്ന്. ഡോക്ടർ, പ്രധാനമായിട്ടും ഈ ശബരിമലയിലേക്ക് പോകുന്നവർ, പ്രത്യേകിച്ച് ഈ പ്രായമായവർ, കുട്ടികൾ, ഇവരൊക്കെ ഏതെല്ലാം തരത്തിലുള്ള മുൻകരുതലുകളാണ് ഈ ആരോഗ്യകാര്യത്തിൽ ശ്രദ്ധിക്കേണ്ടത്? കുട്ടികളും ചെറുപ്പക്കാരുമൊക്കെ ഈ മല കയറുന്നതിൽ അവർക്കധികം ബുദ്ധിമുട്ട് സാധാരണ ഉണ്ടാവാറില്ല. പക്ഷേ പ്രായമായവർക്കും അതുപോലെ തന്നെ കോമോർബിഡിറ്റീസ്, മറ്റ് രോഗങ്ങളുള്ള ആൾക്കാർക്കും, പ്രത്യേകിച്ച് പ്രമേഹം, ഹൃദ്രോഗം, രക്താതിമർദ്ദം, അതുപോലെ തന്നെ മറ്റ് ഗുരുതരമായിട്ടുള്ള രോഗങ്ങൾ, ശ്വാസകോശ സംബന്ധമായിട്ടുള്ള രോഗങ്ങൾ, ഇത്തരം രോഗങ്ങളുള്ള ആൾക്കാർ ഈ മല കയറുമ്പോൾ അവർ പ്രത്യേക വൈദ്യ പരിശോധന നടത്തി അവർക്ക് മല കയറാനുള്ള പൂർണ്ണ ആരോഗ്യമുണ്ടെന്ന് ഉറപ്പാക്കിയ ശേഷം മാത്രമേ അവർ മല ചവിട്ടാവൂ. അതുപോലെ ഒരു ദിവസം സുപ്രഭാതത്തിൽ വന്ന് ഇതുപോലെ വലിയ കഠിനമായ ഒരു കയറ്റം കയറുമ്പോഴത്തേക്കും അവർക്ക് ശാരീരികമായ അസ്വസ്ഥതകൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വ്രതമെടുത്ത് മണ്ഡലകാലത്തിന് മുമ്പ് തന്നെ ഈ കയറ്റം കയറാനും അതുപോലെ തന്നെ നടക്കുന്നതിനുമൊക്കെയുള്ള ചെറു പരിശീലനങ്ങൾ ഒന്ന് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഹൃദയത്തിനെ ആ രീതിയിലേക്ക് നമുക്കൊന്ന് പാകപ്പെടുത്താനായിട്ട് നമ്മുടെ ശ്വാസകോശ ക്രമീകരണം നമുക്ക് ആ രീതിയിലേക്ക് ആക്കുന്നതിനും സാധ്യമാണ്. അപ്പോൾ ഒരു പ്രിപ്പറേറ്ററി ആക്ടിവിറ്റി എന്നുള്ള രീതിയിൽ എല്ലാവരും തന്നെ ചെറിയ രീതിയിലുള്ള വ്യായാമം എടുക്കണം. അതുപോലെ തന്നെ ഭക്ഷണം നമ്മൾ നിയന്ത്രിക്കണം. നമ്മൾ ഒരുപാട് ഭക്ഷണം കഴിച്ചിട്ട് നമ്മൾ മല ചവിട്ടാൻ പാടില്ല. വിശന്നും നമ്മൾ മല ചവിട്ടാൻ പാടില്ല. നമുക്ക് ക്ഷീണം അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം, നമ്മൾ ഏതെങ്കിലും രോഗത്തിന് മരുന്നുകൾ കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ ആ രോഗത്തിനുള്ള മരുന്നുകൾ ഈ യാത്രക്കിടയിലും കൃത്യമായി കഴിക്കണമെന്നുള്ള കാര്യം നമ്മൾ ഓർക്കണം. പലപ്പോഴും അയ്യപ്പന്മാർ അവരുടെ മരുന്നുകൾ, സ്ഥിരമായി കഴിക്കുന്ന മരുന്നുകൾ ഈ ഒരു കാലയളവിൽ തെറ്റിക്കുന്നതായിട്ട് നമ്മൾ കാണാറുണ്ട്. അപ്പോൾ അത് പോരാ. നമ്മൾ കഴിക്കുന്ന മരുന്നുകളെല്ലാം ആ സമയത്ത് നമ്മൾ കറക്റ്റായിട്ട് കഴിക്കണം. അതുപോലെ തന്നെ മല കയറുന്നതിനും ഒരു രീതിയുണ്ട്. നമ്മൾ എത്രയും പെട്ടെന്ന് നമുക്ക് അയ്യനെ കാണാനുള്ള ആ ഒരു ആവേശത്തിൽ ഓടിക്കയറുന്ന ഭക്തന്മാരെ നമ്മൾ കാണാറുണ്ട്. പക്ഷെ അത് പാടില്ല. നമ്മൾ പതുക്കെ മല കയറുക. അതുപോലെ തന്നെ നമുക്ക് ക്ഷീണം തോന്നുകയാണെങ്കിൽ നമ്മൾ അല്പം വിശ്രമം എടുക്കുക. അങ്ങനെ പതുക്കെ വേണം ഈ ഒരു പ്രക്രിയ നമ്മൾ പൂർത്തിയാക്കാനായിട്ട്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കുകയാണെങ്കിൽ നമുക്ക് ആരോഗ്യപരമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾ കുറയ്ക്കുന്നതിന് ഒരു പരിധിവരെ നമുക്ക് സാധിക്കുന്നതാണ്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ നിരവധി ആരോഗ്യ പ്രശ്നങ്ങളുള്ള തീർത്ഥാടകർ കാണും. പലർക്കും ഹൃദ്രോഗം കാണും, പ്രമേഹം, ന്യൂറോ പ്രശ്നങ്ങൾ ഉൾപ്പെടെയുള്ള പല ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവരായിരിക്കും ഈ മല കയറാനായിട്ട് എത്തുന്നത്. അതേപോലെ തന്നെ ശ്വാസകോശ സംബന്ധമായ അസുഖങ്ങൾ, ഇവരെല്ലാം മുന്നേ കരുതിയിരിക്കേണ്ട ഒരു മാർഗങ്ങൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ കരുതിയിരിക്കേണ്ട ഒരു പ്രിക്കോഷൻ എന്ന നിലയിൽ എന്തൊക്കെയാണ് അവർ ചെയ്തിരിക്കേണ്ടത്? ഒന്ന്, ശബരിമല കയറ്റം എന്ന് പറയുന്നത് വളരെ ഒരു ശാരീരികമായിട്ട് വളരെ ക്ഷമത ആവശ്യമുള്ള ഒരു പ്രക്രിയയാണ്. പ്രത്യേകിച്ച് ഹൃദയ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാർ, അതുപോലെ തന്നെ ഹൃദയ സംബന്ധമായ രോഗങ്ങൾ വരാൻ സാധ്യതയുള്ള ആൾക്കാർ, അതായത് രക്താതിമർദ്ദമുള്ള ആൾക്കാർ, ശ്വാസകോശ സംബന്ധമായ രോഗങ്ങളുള്ള ആൾക്കാർ, അങ്ങനെയുള്ള ആൾക്കാരൊക്കെ ശബരിമലയ്ക്ക് വരുന്നതിന് മുമ്പ് തന്നെ ഡോക്ടറെ കണ്ടിട്ട് അവരുടെ കാര്യക്ഷമത അത് പരിശോധിക്കേണ്ടതാണ്. ആരോഗ്യപരമായിട്ട് 100% മല കയറാൻ ഫിറ്റാണെന്നുള്ള ആ ഒരു ബോധ്യപ്പെടുത്തൽ ഒരു ഡോക്ടറുടെ കയ്യിൽ നിന്നും അവർ തീർച്ചയായിട്ടും വാങ്ങേണ്ടതാണ്. അതുപോലെ തന്നെ ഈ കോമോർബിഡിറ്റീസ് ഉള്ള ആൾക്കാർ, ഗുരുതര രോഗങ്ങളുള്ള ആൾക്കാർ, അവരുടെ ചികിത്സ യാതൊരു കാരണവശാലും അവർ തെറ്റിക്കാൻ പാടില്ല. കഴിക്കുന്ന മരുന്നുകൾ കൃത്യമായ അളവിൽ കൃത്യമായ സമയത്ത് തന്നെ കഴിക്കുന്നുണ്ടെന്ന് അവർ ഉറപ്പുവരുത്തേണ്ടതാണ്. പിന്നെ ഞാൻ നേരത്തെ പറഞ്ഞ രീതിയിലുള്ള എക്സസൈസുകൾ, ഉറക്കം, ഈ കാര്യങ്ങളിലെല്ലാം തന്നെ നമ്മൾ കൃത്യത പാലിക്കേണ്ടതാണ്. വെള്ളം ഈ കയറ്റം കയറുമ്പോഴത്തേക്ക് നമുക്ക് ഡീഹൈഡ്രേഷൻ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അങ്ങനെ ഡീഹൈഡ്രേഷൻ ഉണ്ടാവാതിരിക്കാനായിട്ട് ആവശ്യത്തിനുള്ള വെള്ളം നമ്മൾ കയ്യിൽ കരുതുക. ഇപ്പോഴുള്ള ഒരു ചെറിയ പ്രശ്നമെന്ന് പറയുന്നത്, നമ്മൾ ശബരിമലയൊക്കെ ഇപ്പം നോ പ്ലാസ്റ്റിക് സോൺ ആയതുകൊണ്ട് കുപ്പിവെള്ളം കൊണ്ടുപോകുന്നതിനൊക്കെ ചെറിയ ലിമിറ്റേഷൻസ് ഉണ്ട്. അപ്പോൾ അതൊക്കെ പരിഹരിക്കാനായിട്ട് നമുക്ക് ആ യാത്രയിലുടനീളം തന്നെ കുടിവെള്ള സംവിധാനങ്ങളൊക്കെ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ദാഹം തോന്നുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമ്മളൊന്ന് റെസ്റ്റ് എടുക്കുക. അതുപോലെ തന്നെ നമ്മൾ വെള്ളം കുടിക്കുക. വിശപ്പ് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷീണം തോന്നുന്നുണ്ടെങ്കിൽ നമ്മൾ കുറച്ച് സമയം കാറ്റ് കൊണ്ടിരിക്കുക. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രിക്കോഷൻസ് നമ്മൾ
എടുക്കുകയാണെങ്കിൽ, നമ്മൾ ശ്രദ്ധിച്ച് നമ്മൾ യാത്ര ചെയ്യുകയാണെങ്കിൽ നമുക്ക് വലിയ പ്രശ്നങ്ങൾ വരില്ല. അതുപോലെ തന്നെ നമ്മുടെ എമർജൻസി ആയിട്ട് നമുക്ക് വിളിക്കാൻ പറ്റുന്ന കുറച്ച് നമ്പറുകൾ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അത്തരം നമ്പറുകളിൽ വിളിച്ചിട്ട് വൈദ്യസഹായം എത്തിക്കുന്നതിനുള്ള സംവിധാനവും ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സൗകര്യങ്ങളും കൂടെ ഈ സമയത്ത് പ്രയോജനപ്പെടുത്തേണ്ടതാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ ഹൃദ്രോഗം പോലുള്ള പ്രശ്നങ്ങൾ ഉണ്ടായാൽ ഉടൻ ചെയ്യേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ്? അല്ലെങ്കിൽ എന്തെല്ലാം സൗകര്യങ്ങളാണ്? നേരത്തെ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ പമ്പയിലും സന്നിധാനത്തുമെല്ലാം ആശുപത്രി സൗകര്യങ്ങൾ ലഭ്യമാണ്, ഡോക്ടറുടെ സേവനം ലഭ്യമാണ്. അവിടെയെല്ലാം എന്തെല്ലാം സൗകര്യങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ശബരിമല സീസണിൽ ഈ ആശുപത്രികളെല്ലാം തന്നെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്നുണ്ട്. 24 മണിക്കൂറും നമുക്ക് കാർഡിയോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. 24 മണിക്കൂറും നമുക്ക് ഫിസിഷ്യൻ്റെ സേവനം ലഭ്യമാണ്. അതുപോലെ തന്നെ ഓർത്തോപീഡിക്സ്. അപ്പം അതിന് വേണ്ടിയിട്ടുള്ള ഒരു മാനവശേഷി വിതരണം നമ്മൾ ഈ ഒരു കാലയളവിൽ 100% നമ്മൾ ഉറപ്പാക്കിയിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഹൃദയ സംബന്ധമായ രോഗങ്ങൾ അല്ലെങ്കിൽ അസ്വസ്ഥതകൾ, തളർച്ച, അതുപോലെ കുഴഞ്ഞു വീഴുക, അങ്ങനെയൊക്കെയുള്ള അസ്വസ്ഥതകളുണ്ടെങ്കിൽ നമ്മൾ ഈ പാതയിലൊക്കെ തന്നെ നമുക്ക് വോളണ്ടിയേഴ്സ് ഉണ്ട്. അപ്പോൾ അത്തരം വോളണ്ടിയർമാരെ വിവരം അറിയിക്കുമ്പോഴത്തേക്കും അവരെ ഏറ്റവും അടുത്തുള്ള എമർജൻസി മെഡിക്കൽ സെൻറ്ററിലേക്ക് ഈ വിവരം കൊടുക്കുകയും ആ എമർജൻസി മെഡിക്കൽ സെൻറ്ററിൽ നിന്നും ആൾ വന്നിട്ട് അവർക്ക് അത്യാവശ്യമായിട്ടുള്ള വൈദ്യസഹായം നൽകുകയും ചെയ്യും. പിന്നെ അതുപോലെ തന്നെ നമുക്ക് ഈ റൂട്ടിൽ തന്നെ സ്ട്രെച്ചർ സർവീസും ഉണ്ട്, അതുപോലെ തന്നെ ആംബുലൻസ് സർവീസും ഉണ്ട്. അപ്പോൾ ഈ ആംബുലൻസ് സർവീസിന് ഓഫ് റോഡിൽ കൂടെ പോകുന്ന ആംബുലൻസാണ്. ഈ ആംബുലൻസിൽ എമർജൻസി ആയിട്ട് വരുന്ന പേഷ്യൻസിനെ നമുക്ക് ബേസിലുള്ള ആശുപത്രിയിലോ അല്ലെങ്കിൽ കാർഡിയോളജി സെൻറ്ററിലോ നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ എത്തിക്കാൻ സാധിക്കുന്നതാണ്. എങ്കിൽ പോലും ഈ വലിയൊരു ക്യൂ പോകുന്ന സമയത്ത് എല്ലായ്പ്പോഴും നമുക്ക് അതൊരു എളുപ്പമുള്ള പ്രൊസീജിയർ ആവണമെന്ന് നമുക്ക് നിർബന്ധമില്ല. അതുകൊണ്ട് തന്നെ നമുക്ക് ഇതിൻ്റെ അകത്ത് ജനപങ്കാളിത്തം കൂടെ നമുക്ക് ഇതിൻ്റെ അകത്ത് ആവശ്യമാണ്. ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ ആൾക്കാരെ എത്രയും പെട്ടെന്ന് ഈ നമുക്ക് വൈദ്യസഹായത്തിൽ എത്തിക്കാൻ വേണ്ട സൗകര്യങ്ങൾ മറ്റ് ഭക്തരും കൂടെ ഈ സമയത്ത് അതിനുള്ള സൗകര്യം ചെയ്തു കൊടുക്കേണ്ടതാണ്. അപ്പോൾ ആരോഗ്യവകുപ്പിനെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു സെൻറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ അവിടെ ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള എക്കോ കാർഡിയോഗ്രാഫി പോലുള്ള പരിശോധനകൾ, എമർജൻസി ത്രോംബോലൈസിസ്, അപ്പോൾ അങ്ങനെയൊക്കെയുള്ള അത്യാധുനിക ചികിത്സാ സംവിധാനങ്ങൾ വരെ നമ്മുടെ ഈ പിന്നെ അപ്പാച്ചമേട്ടിലെയും അതുപോലെ തന്നെ നീലിമലയിലെയും സെൻറ്ററുകളിൽ ഒരുക്കിയിട്ടുണ്ട്. ഡോക്ടർ നേരത്തെ പറഞ്ഞു നിർത്തുകയുണ്ടായി, ശബരിമലയിൽ എത്തുന്ന തീർത്ഥാടകർക്ക് എന്തെങ്കിലും തരത്തിലുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടായാൽ അവർക്ക് ടോൾ ഫ്രീ നമ്പറുമായി ബന്ധപ്പെടാവുന്നതാണെന്ന്. അത് സംബന്ധിച്ച് കൂടുതൽ വിവരങ്ങൾ എന്തൊക്കെയാണ്? ശബരിമലയിൽ എത്തുന്ന എല്ലാ ഭക്തന്മാർക്കും ഈ നമ്പർ അവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. എല്ലാ സ്ഥലങ്ങളിലും തന്നെ ഈ നമ്പർ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ എന്തെങ്കിലും അസ്വസ്ഥതകൾ ഉണ്ടാവുകയാണെങ്കിൽ നമ്മൾ എല്ലാവരോടും പറയാറുമുണ്ട്, നിങ്ങളുടെ മൊബൈൽ ഫോണിൽ ഈ നമ്പർ കുറിച്ചിടുക. അപ്പോൾ എന്തെങ്കിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ തോന്നുകയാണെങ്കിൽ ഈ നമ്പറിലേക്ക് വിളിച്ചറിയിക്കുക. അങ്ങനെ വിളിച്ചറിയിക്കുകയാണെങ്കിൽ ഏറ്റവും അടുത്തുള്ള ആശുപത്രി, അത് EMC ആണെങ്കിലും ശരി, ഡിസ്പെൻസറി ആണെങ്കിലും ആശുപത്രി ആണെങ്കിലും അവിടെ നിന്നുള്ള വൈദ്യസഹായം ഈ ജനങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ അത് പിന്നെ കേവലം രോഗങ്ങളെക്കുറിച്ച് മാത്രമല്ല, മാലിന്യ പ്രശ്നമുണ്ടെങ്കിൽ തന്നെ, അപ്പോൾ പലപ്പോഴും കുടിവെള്ളത്തിൻ്റെ ക്വാളിറ്റി ഒരു പ്രശ്നമാണ്, അതുപോലെ തന്നെ ടോയ്ലറ്റ്സിൻ്റെ വൃത്തി ഒരു പ്രശ്നമാണ്. അപ്പം അങ്ങനെയൊക്കെ ഉള്ള സാനിറ്ററി ഇഷ്യൂസ് വന്നാലും അവർക്ക് ഈ കാര്യങ്ങൾ പരാതിപ്പെടാവുന്നതേ ഉള്ളൂ. അതിനുള്ള പ്രതിവിധി വകുപ്പുകളുടെ, അത് ആരോഗ്യവകുപ്പ് മാത്രമല്ല ദേവസ്വം വകുപ്പിൻ്റെ കൂടി ഭാഗമായിട്ട് അത് ഉടനടി പരിഹരിക്കുന്നതായിരിക്കും. ഡോക്ടർ, അതുപോലെ തന്നെ ഈ പകർച്ചവ്യാധികളെ കരുതിയിരിക്കേണ്ട ഒരു പ്രശ്നം കൂടിയുണ്ട്. അതിപ്പോൾ ആഹാര കാര്യത്തിലായിരുന്നാലും കുടിവെള്ളത്തിൻ്റെ കാര്യത്തിലായിരുന്നാലും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൽ അയ്യപ്പ ഭക്തർ ശ്രദ്ധിക്കേണ്ടത്? പകർച്ചവ്യാധികൾ എന്ന് പറയുമ്പോൾ നമുക്ക് ഈ ഭക്തന്മാർ തിങ്ങി നിറഞ്ഞു പോകുന്ന ഒരവസ്ഥയാണ് ശബരിമലയിലുള്ളത്. അപ്പം അതുകൊണ്ട് തന്നെ എന്തെങ്കിലും ഒരു പകർച്ചവ്യാധി ഏതെങ്കിലും ഒരു ഭക്തനുണ്ടെങ്കിൽ അത് കൂടെയുള്ള ആൾക്കാർക്ക് കൂടി കിട്ടാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. പ്രത്യേകിച്ച് ചിക്കൻ ബോക്സ് പോലെയുള്ള അസുഖങ്ങൾ, അതുപോലെ തന്നെ പനി, മറ്റ് പകർച്ചവ്യാധികൾ, ഇതൊക്കെ നമുക്ക് ഒരാളിൽ നിന്ന് മറ്റൊരാളിലേക്ക് പകരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. അപ്പം അതുകൊണ്ട് ഇത്തരം രോഗങ്ങളുള്ളവർ, പനിയോ അല്ലെങ്കിൽ മറ്റ് സാംക്രമിക രോഗങ്ങളോ ഉള്ളവർ മലകയറ്റം ഒഴിവാക്കുന്നതാണ് അവർക്കും അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്കും നല്ലത് എന്നുള്ളൊരു സന്ദേശം നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കുളിക്കുമ്പോഴും
കുടിക്കുന്ന വെള്ളത്തിലും വെള്ളത്തിൻ്റെ ശുദ്ധത നമ്മൾ ഉറപ്പാക്കേണ്ടതാണ്. അപ്പോൾ നമ്മൾ ഒന്ന് തിളപ്പിച്ചാറിയ വെള്ളം കിട്ടുമെങ്കിൽ തീർച്ചയായിട്ടും അത് മാത്രമേ നമ്മൾ കുടിക്കാവൂ. നമുക്ക് വിശ്വാസയോഗ്യമല്ലാത്ത സ്ഥലങ്ങളിൽ നിന്നും നമ്മൾ ഭക്ഷണപാനീയങ്ങളോ അല്ലെങ്കിൽ ഒന്നും തന്നെ നമ്മൾ അവിടുന്ന് കഴിക്കാൻ പാടില്ല. നമ്മളുടെ സ്വയം ശുചിത്വവും ഇവിടെ ഒരു വലിയ പ്രത്യേകമായി സൂക്ഷിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് നമ്മുടെ കൈകൾ വൃത്തിയായി കഴുകുക. അതുപോലെ തന്നെ നമ്മൾ ഈ പുറത്തുള്ള സ്ഥലങ്ങളിൽ മലമൂത്ര വിസർജനം നടത്താതിരിക്കാനായിട്ട് നമുക്ക് ശ്രദ്ധിക്കുക. അതിനൊക്കെ വേണ്ടിയിട്ടുള്ള ടോയ്ലറ്റ് സംവിധാനങ്ങളൊക്കെ ദേവസ്വം വകുപ്പ് ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ അത് നമ്മൾ വൃത്തിയായിട്ട് നമ്മൾ സൂക്ഷിക്കുക, നമ്മുടെ ശരീരത്തെ നമ്മൾ സംരക്ഷിക്കുക. അതിലൂടെ നമുക്ക് പല പകർച്ചവ്യാധികളും നമുക്ക് ഒഴിവാക്കാൻ സാധിക്കും. അപ്പോൾ നമുക്ക് വൃത്തിഹീനമല്ലാത്ത സാഹചര്യങ്ങളിൽ നിന്നുള്ള ഭക്ഷണമോ വെള്ളമോ ഒന്നും തന്നെ നമ്മൾ ശബരിമല തീർത്ഥാടന സമയത്ത് നമ്മൾ ഉപയോഗിക്കാൻ പാടുള്ളതല്ല. അങ്ങനെ എന്തെങ്കിലും ഒരു ശ്രദ്ധയിൽ പെട്ട് കഴിഞ്ഞാൽ അത് അധികൃതരെ നമ്മൾ അറിയിക്കേണ്ടതുമാണ്. അതുപോലെ തന്നെ ഡോക്ടർ, ഏതെല്ലാം സേവനങ്ങളാണ് ശബരിമലയിൽ ഒരുക്കിയിട്ടുള്ളത്? ആരോഗ്യ സേവനങ്ങൾ, അലോപ്പതി, ആയുർവേദം തുടങ്ങി ഏതെല്ലാം സർവീസുകളാണ് ഭക്തർക്ക് വേണ്ടി സർക്കാർ ഒരുക്കിയിട്ടുള്ളത്? നമ്മുടെ ഒരു ആശുപത്രിയിൽ ലഭിക്കുന്ന എല്ലാ സേവനങ്ങളും തന്നെ ശബരിമലയിൽ തീർത്ഥാടന സമയത്ത് നമ്മൾ ഒരുക്കിയിട്ടുള്ള ആശുപത്രിയിലൊക്കെ ലഭ്യമാണ്. അവിടെ കാർഡിയോളജി സർവീസ് ഉണ്ട്. അതുപോലെ തന്നെ ഫിസിഷ്യൻ 24 മണിക്കൂറും ഫിസിഷ്യൻ്റെ സേവനം ലഭ്യമാണ്. തിരഞ്ഞെടുത്ത ആശുപത്രികളിൽ ഓർത്തോപീഡിക് സർജൻ്റെ സേവനം ലഭ്യമാണ്. ഒരു അനസ്തറ്റോളജിസ്റ്റിൻ്റെ സേവനം ലഭ്യമാണ്. പിന്നെ നമ്മുടെ ജനറൽ മെഡിസിൻ ഡോക്ടേഴ്സിൻ്റെ സേവനവും എല്ലായിടത്തും ലഭ്യമാണ്. ഈ സേവനങ്ങൾ ഡോക്ടറുടെ ചികിത്സയ്ക്കൊപ്പം തന്നെ ഒരു ആശുപത്രിക്ക് വേണ്ട എല്ലാ മരുന്നുകളും ഈ ആശുപത്രികളിലൊക്കെ തന്നെ നമ്മൾ സജ്ജീകരിച്ചിട്ടുണ്ട്. അപ്പോൾ അവിടെ വരുന്ന രോഗികൾക്ക് എല്ലാത്തരം മരുന്നുകളും ഈ ആശുപത്രിയിലൂടെ ലഭ്യമാണ്. അപ്പോൾ ഇതിനോടൊപ്പം തന്നെ നമ്മുടെ ആയുഷ് വിഭാഗത്തിൻ്റെ ആശുപത്രികളും ഇതിന് പ്രവർത്തിക്കുന്നുണ്ട്. അപ്പോൾ ആളുകൾക്ക് ചെറിയ സന്ധിവേദന അതുപോലെയൊക്കെയുള്ള ജോയിൻറ്റ് പെയിൻസ് ഒക്കെ വരുന്ന ആൾക്കാർക്ക് ആയുർവേദ ആശുപത്രികളിൽ നിന്നും അവർ സേവനം നൽകി വരുന്നുണ്ട്. അതുപോലെ ഫിസിയോതെറാപ്പി സർവീസ് സന്നിധാനത്തേക്ക് പോകുന്ന പല വഴികളിലും ഫിസിയോതെറാപ്പി സേവനങ്ങളും ഏർപ്പെടുത്തിയിട്ടുണ്ട്. കാരണം പലർക്കും മുട്ടുവേദന, അതുപോലെ തന്നെ ശരീരപേശി വേദന, ഇതുപോലെയുള്ള പ്രശ്നങ്ങൾ കാരണം മല കയറാൻ പറ്റാതെ വരുന്നുണ്ട്. അപ്പം അങ്ങനെയുള്ള ആൾക്കാർക്കൊക്കെ ഫിസിയോതെറാപ്പി സേവനം കൂടി ലഭ്യമാക്കുന്നതാണ്. അതുപോലെ IP ഫെസിലിറ്റിയും ഇവിടെ ലഭ്യമാണ്. പിന്നെ ആരോഗ്യവകുപ്പ് ചെയ്തു വരുന്ന മറ്റൊരു കാര്യം ഈ സാനിറ്റേഷൻ വർക്കാണ്. അപ്പോൾ അവിടെ ബ്ലീച്ചിങ് പൗഡർ തളിക്കുക, വെള്ളത്തിൻ്റെയും പരിസരത്തിൻ്റെയും ശുദ്ധി ഉറപ്പാക്കുക തുടങ്ങിയ സാനിറ്ററി വർക്കും ആരോഗ്യവകുപ്പിൻ്റെ മേൽനോട്ടത്തിലാണ് നടത്തി വരുന്നത്. അതുപോലെ തന്നെ ഡോക്ടർ, ഈ പാമ്പ് കടിയേറ്റാൽ അല്ലെങ്കിൽ പന്നികളുടെ കുത്തേറ്റാൽ ഇത്തരം സാഹചര്യങ്ങളിൽ എന്തെല്ലാം ചികിത്സാ സൗകര്യങ്ങൾ ശബരിമലയിൽ ഒരുക്കിയിട്ടുണ്ട്? പാമ്പ് കടി ശബരിമലയിൽ സ്ഥിരമായിട്ട് റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന അത്യാഹിതങ്ങളിൽ ഒന്നാണ്. അപ്പം അതുകൊണ്ട് തന്നെ പാമ്പ് കടിക്കെതിരെയുള്ള ആൻറ്റി സ്നേക്ക് വെനം നമ്മുടെ ആശുപത്രികളിൽ ലഭ്യമാണ്. അതുപോലെ പന്നി കുത്തുക, കാട്ടുപോത്തിൻ്റെ ആക്രമണം, അതുപോലെ തന്നെ വീഴ്ച, പിന്നെ വെള്ളത്തിലുള്ള മുങ്ങിമരണം, അപ്പോൾ ഇതുപോലെയൊക്കെയുള്ള അവസ്ഥകൾ ഉണ്ടാകുമ്പോഴത്തേക്കും അതെല്ലാം തന്നെ ചികിത്സിക്കാനുള്ള സംവിധാനം നമുക്ക് ആശുപത്രിയിലുണ്ട്. ഇനി ആ സംവിധാനം പോരായെങ്കിൽ നമുക്ക് ആംബുലൻസിൻ്റെ ഒരു നീണ്ട നിര തന്നെ അവിടെയുണ്ട്. 24 മണിക്കൂറും ആംബുലൻസ് സേവനം സൗജന്യമായിട്ടാണ് നൽകി വരുന്നത്. ഏറ്റവും അടുത്തിട്ടുള്ള ബേസ് ഹോസ്പിറ്റൽ എന്ന് പറയുന്നത് കോന്നി മെഡിക്കൽ കോളേജാണ്. കോന്നി മെഡിക്കൽ കോളേജിലും നമുക്ക് ട്രീറ്റ് ചെയ്യാൻ പറ്റാത്ത കേസുകളാണെങ്കിൽ അവരെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് പറഞ്ഞു വിടുന്നത്. അപ്പോൾ അവിടെ ഈ ശബരിമലയ്ക്ക് വേണ്ടി മാത്രമായിട്ട് കോന്നി ആശുപത്രിയിലും മെഡിക്കൽ കോളേജിലും കോട്ടയം മെഡിക്കൽ കോളേജിലും പ്രത്യേക സൗകര്യം തന്നെ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെയുള്ള റെഫറൽ സർവീസസ് എല്ലാം കോന്നിയിലും GH പത്തനംതിട്ടയിലും അതുപോലെ തന്നെ പിന്നെ കോട്ടയം മെഡിക്കൽ കോളേജിലേക്കാണ് സർവീസ് കൊടുക്കുന്നത്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിക്കുകയുണ്ടായി പത്തനംതിട്ട, കോട്ടയം എന്നീ ജില്ലകളിൽ ഒരുക്കിയിരിക്കുന്ന സൗകര്യങ്ങളെക്കുറിച്ച്. ഇവ കൂടാതെ മറ്റു ജില്ലകളിൽ എന്തെല്ലാം സൗകര്യങ്ങൾ ഒരുക്കിയിട്ടുണ്ട്? പത്തനംതിട്ട ശബരിമല തീർത്ഥാടനവുമായിട്ട് ബന്ധപ്പെട്ട് കിടക്കുന്ന 4 ജില്ലകൾ എന്ന് പറഞ്ഞാൽ ഒന്ന് പത്തനംതിട്ട, കോട്ടയം, ഇടുക്കി, ആലപ്പുഴ ജില്ലകളാണ്. ഈ 4 ജില്ലകളിലെയും ആശുപത്രികളിൽ
ഒരു എമർജൻസി വന്നു കഴിഞ്ഞാൽ അത് നേരിടാൻ വേണ്ടിയിട്ടുള്ള സജ്ജീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ശബരിമലയിലേക്കുള്ള റൂട്ടിലുള്ള ആശുപത്രികളിൽ ഭക്തന്മാർക്ക് വേണ്ടി പ്രത്യേകം സൗകര്യങ്ങളും ചെയ്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ ഈ സ്ഥിരമായിട്ട് കയറിപ്പോകുന്ന പാതയല്ലാതെ തന്നെ കാനന പാതകൾ കൂടി നമ്മുടെ ഭക്തന്മാർ ഉപയോഗിക്കാറുണ്ട്. ഒന്ന് നമ്മുടെ എരുമേലിയിൽ നിന്ന് ഉള്ള ഒരു കാനന പാത, അതുപോലെ തന്നെ പിന്നെ ഈ പുല്ലുമേട് വഴിയുള്ള യാത്ര. അപ്പോൾ അവിടെയൊക്കെ ഇടുക്കി ജില്ലയിൽ നിന്നുള്ള ടീം, കോട്ടയം ജില്ലയിൽ നിന്നുള്ള ടീം അവിടെ ഭക്തന്മാർക്ക് വേണ്ടിയിട്ടുള്ള ആരോഗ്യ സംവിധാനങ്ങൾ ഈ 2 സ്ഥലങ്ങളിലും ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഡോക്ടർ സൂചിപ്പിച്ചതുപോലെ കാനനപാതയിലൂടെ സഞ്ചരിക്കുന്ന ഭക്തരുമുണ്ട്. ഈ സമയം പെട്ടെന്നൊരു ആരോഗ്യ പ്രശ്നം ഉണ്ടായാൽ എന്താണ് ആദ്യം ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആദ്യം ആരെയാണ് സമീപിക്കേണ്ടത്? കാനനപാത വളരെ ബുദ്ധിമുട്ടുള്ള ഒരു സ്ഥലമാണ്. കാരണം അവിടെ പല സ്ഥലങ്ങളിലും മൊബൈലിന് റേഞ്ച് തന്നെ കിട്ടാത്ത സ്ഥലങ്ങൾ ഈ 2 കാനനപാതകളിലും നിലവിലുണ്ട്. അപ്പോൾ ഇതിൻ്റെ പല സ്ഥലങ്ങളിലായിട്ട് എമർജൻസി മെഡിക്കൽ സെൻ്ററുകൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഒരു എമർജൻസി ഉണ്ടായിക്കഴിഞ്ഞാൽ വോളണ്ടിയർമാരിലൂടെ ഈ എമർജൻസി സെൻ്ററുകളിൽ വിവരം അറിയിച്ച് വൈദ്യസഹായം അവിടെ എത്തിക്കുക എന്നുള്ളത് മാത്രമാണ് ഇപ്പോൾ നിലവിലുള്ള രീതി. അല്ലെങ്കിൽ ആംബുലൻസിലൂടെ അവരെ ഏറ്റവും താഴെയുള്ള ബേസ് ഹോസ്പിറ്റലിൽ എത്തിച്ച ശേഷം ചികിത്സ അവിടെ വെച്ച് കൊടുക്കാവുന്ന ഒരു രീതിയാണ്, സമ്പ്രദായമാണ് ഇപ്പോൾ കാനനപാതയെ സംബന്ധിച്ചിടത്തോളം നിലവിലുള്ളത്. ശരി ഡോക്ടർ. സ്റ്റേറ്റ് നോഡൽ ഓഫീസർ ഡോക്ടർ ബിപിൻ ഗോപാലാണ് നമ്മളോട് ഇത്രയധികം കാര്യങ്ങൾ പങ്കുവച്ചത്. വളരെയധികം നന്ദി നമ്മളോട് ഇത്രയധികം സമയം ചെലവഴിച്ചതിന്.